അധികാരമെന്നത് ഒരു കിരീടമല്ല, അതൊരു ഉത്തരവാദിത്വമാണ്. ആരാണ് അജയനായ ഭരണാധികാരി? ചാണക്യൻ പറയുന്നു, പ്രജനാം സുഖേ സുഖരാജ്ഞ പ്രജനാം ചഹിതേ ഹിതം. ഒരു യഥാർത്ഥ ഭരണാധികാരിക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഇന്നത്തെ രാഷ്ട്രീയം പഴയതുപോലെയല്ല. ഇവിടെ വിരൽത്തുമ്പിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. വിവരങ്ങളെക്കാൾ കൂടുതലെന്ന് വിദ്വേഷവും വ്യാജ വാർത്തകളും പ്രചരിക്കുന്നു. ഈ ചുറ്റുപാടിൽ ഒരു ഭരണാധികാരി എങ്ങനെ അജയനാകുന്നു? ഇന്നത്തെ കാലത്ത് ഒരു ഭരണാധികാരി വെറുമൊരു ഇമോഷണൽ വ്യക്തിയായാൽ പോരാ. ജനങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നവർക്കിടയിൽ ജനങ്ങളുടെ വേദന മനസ്സിലാക്കുന്ന ഒരാളാകണം. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ഭരണാധികാരി പ്രജകളുടെ കണ്ണീർ തുടയ്ക്കണം എന്നാണ്. സ്വന്തം കണ്ണ് നനയുവാൻ അനുവദിക്കുന്നവർക്ക്. ഭരണാധികാരി ദുർബലനായാൽ രാജ്യം അപകടത്തിലാണ്. ഭരണാധികാരി അപ്പോൾ ജനങ്ങളുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കണം. പക്ഷേ അത് വെറും പബ്ലിസിറ്റി സ്റ്റാൻഡാകരുത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കർമ്മയോഗ്യയാകണം. അതാണ് യഥാർത്ഥ സ്വഭാവശുദ്ധി. രാഷ്ട്രീയത്തിൽ അഴിമതി ഒരു വലിയ വെല്ലുവിളിയാണല്ലോ. ചാണക്യനൊരു പ്രശസ്തമായ ഒരു നിരീക്ഷണമുണ്ട്. നാവിൽ തേനിരിക്കുന്നവന് അത് രുചിക്കാതിരിക്കുവാൻ കഴിയില്ല. അതുപോലെ പണം കൈകാര്യം ചെയ്യുന്നവൻ അത് അല്പമെങ്കിലും എടുക്കാതിരിക്കുകയുമില്ല. ഇത് തടയാൻ കർശനമായ ഓഡിറ്റിങ്ങും കർശനമായ ശിക്ഷാ നടപടികൾ വേണം. അഴിമതിക്കാരോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ഭരണാധികാരിയെ ജനങ്ങൾ ഇന്നും നെഞ്ചേറ്റും. അവിടെയാണ് അയാളുടെ അജേയത. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഒരു ഭരണാധികാരി അജയനാകുന്നത് തൻ്റെ അധികാരം കൊണ്ടല്ല, മറിച്ച് തൻ്റെ സ്വഭാവം കൊണ്ടാണ്. പ്രതിസന്ധികളിൽ പതറാത്ത, വൈകാരികമായി ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കരുത്തുറ്റ ഭരണാധികാരി ഇന്ന് നമുക്ക് ആവശ്യമാണ്. ഭരണാധികാരിക്ക് ഒന്നും ഒളിച്ചുവെക്കാൻ ഉണ്ടാകരുത്. സത്യസന്ധതയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടും തന്ത്രവും. വൈകാരികമായ പ്രതികരണങ്ങളെക്കാൾ യുക്തിപരമായ തീരുമാനങ്ങൾക്ക് മുൻഗണന നൽകണം. ചാണക്യൻ പറഞ്ഞതുപോലെ യഥാർത്ഥ സമ്പത്ത് പ്രജകളാണ്. അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഭരണാധികാരി എന്നും അജയനായിരിക്കും. രാജ്യം ഭരിക്കേണ്ടത് ഭയം കൊണ്ടല്ല, മറിച്ച് നീതി നടപ്പിലാക്കുന്നു എന്ന ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടാണ്. ജനങ്ങളുടെ ഭയം കൊണ്ടല്ല, മറിച്ച് അവരുടെ സ്നേഹം കൊണ്ടാണ് ഒരാൾ അജയനാകേണ്ടത്.